അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരൊറ്റ വെട്ടുകൊണ്ട് ഒരു വ്യാഴവട്ട കാലത്തെ മുഴുവൻ ബന്ധങ്ങളെയും മുറിച്ചു കളയാൻ ഉതകുന്നതാണ് ഇപ്പോഴത്തെ കാലം. അത്രമേൽ സൂക്ഷ്മമായി കൈപ്പിടിയിൽ വെച്ചിരുന്ന ബന്ധങ്ങളെ നിലനിർത്താൻ ബുദ്ധിമുട്ടുന്ന കാലം. ജീവിതത്തിൽ ഇനി ജീവനുകൾ ബാക്കിയുണ്ടോ എന്ന ചിന്തകൾ മനസ്സിലെ കവരുമ്പോൾ പ്രതീക്ഷകൾ എന്ന പദം നമ്മോട് ടാറ്റ പറഞ്ഞ് പ്രതിസന്ധികളും നിരാശകളും നമ്മെ കൈവിടാതെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മെ ശ്വാസം മുട്ടിക്കുമ്പോൾ നാം നമ്മിൽ തറച്ച നിറം മങ്ങിയ അമ്പുകളെ നാം കണ്ണുകളോടുകൂടെ പറിച്ചെടുക്കുമ്പോൾ നാം സ്വയത്തോട് ചോദിക്കേണ്ടി വരികയാണ്, ഞാൻ മാത്രമാണോ ഈ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അങ്ങനെ ജീവിതം എന്ന പദത്തിൻ്റെ ന്യായമായ അർത്ഥത്തെ നാം ജീവനിൽ തപ്പി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഭൂതകാലത്തിൽ പിഞ്ചിപ്പയകിയ ഓർമ്മ ചിത്രങ്ങളിലൂടെ എഴുത്തുകാരൻ നമ്മുടെ കയ്യും പിടിച്ച് ഈ പേജുകളിലൂടെ സഞ്ചരിക്കുന്നത്. നൗഫൽ എന്ന് എഴുതിയ ഇനി പറയുമോ ജീവിതത്തിൽ ഒരല്പവും ജീവിതം ബാക്കിയില്ലെന്ന്. ഇതൊരു ചലനമാണ്. ഈ ചലന സഞ്ചാരത്തിലുടനീളം നാം അപരിചിതരല്ലാത്ത പല മുഖങ്ങളെയും നാം കാണേണ്ടി വരുന്നു. മുമ്പെന്നോ നമുക്ക് ആവോളം സ്നേഹവും സാഫല്യവും നൽകിയിട്ടും നാം കാലത്തിനൊത്ത് മറക്കപ്പെട്ട നിസ്സഹായ മുഖങ്ങൾ. സഹനവക്കിലൂടെ നാം സഞ്ചരിച്ച അന്നുകളിൽ നമ്മെ വാരിപ്പുണർന്ന് ചുടുമുത്തം നൽകിയ നിറമുള്ള മുഖചിത്രങ്ങൾ. മാറ്റി ചിന്തിക്കാൻ അവസരങ്ങൾ ഉണ്ടായിട്ടും അവസരങ്ങൾക്ക് അടിവരയിട്ടുകൊണ്ട് ഒരു വാക്കോ ഒരു നോക്കോ ഇല്ലാതെ നാം തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട നിസ്സഹായമായ മനസ്സുകൾ. ഒരു നിമിഷത്തെ തിരിഞ്ഞു നടക്കലിൽ നമുക്ക് അന്യമാക്കപ്പെട്ട സൗഹൃദങ്ങൾ. അന്നെനിക്ക് ഒന്നും കൂടി സ്നേഹം നൽകാമായിരുന്നു എന്ന കുറ്റബോധത്തോടു കൂടെ നാം തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും നമ്മുടെ കൺമറഞ്ഞു പോയ ബന്ധങ്ങൾ. ഈ ജീവനുള്ള മനുഷ്യരെല്ലാം നമ്മൾ സഞ്ചരിക്കുന്ന സഞ്ചാരപാതയുടെ ഇരുവശത്തും ഇരുന്ന് നമ്മെ നിരീക്ഷിക്കുകയാണ്. അവർ നമ്മോട് പുഞ്ചിരിക്കുന്നുണ്ട്, അവർ നമ്മെ പുച്ഛിക്കുന്നുമുണ്ട്, അവർ അവരുടെ ആദികൾ നമ്മളോട് അവതരിപ്പിക്കുകയാണ്. പക്ഷേ ഈ ഓരോ കണ്ണുകൾക്ക് മുമ്പിലും നാം പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അവിടമിൽ ഈ സങ്കടവും കുറ്റബോധവും കൂടി ചേർന്നുകൊണ്ട് വലിയ തിരമാലകൾ നിർമ്മിതമാകുന്നു. ആ തിരമാലകൾക്കിടയിൽ നിന്നും തല ഉയർത്താതെ എഴുത്തുകാരൻ നമ്മോട് ചോദിക്കുകയാണ്, ഇനി പറയുമോ നിങ്ങൾ ജീവിതത്തിൽ ഒരല്പം ജീവിതം ബാക്കിയുണ്ടെന്ന്? 120 പേജുകളിൽ ചിന്തനീയമായ നമ്മുടെ മനങ്ങൾ തീർച്ചയായും പറയും, ഒരിക്കലുമില്ല. ഈ ഭൂമി ലോകത്ത് ഏറ്റവും മൂല്യമുള്ളത് ജീവനുകൾക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും എൻ്റെ മുമ്പിലേക്ക് ഒരുപാട് ജീവനുള്ള ജീവിതങ്ങൾ കടന്നു വരേണ്ടതുണ്ട് എന്ന യാഥാർത്ഥ്യവും. പ്രിയരെ, ഒട്ടും ഔപചാരികളൊന്നുമില്ലാതെ ചെറുകുറിപ്പുകളാൽ കുത്തി നിറക്കപ്പെട്ട ഒരു ചെറു പുസ്തകം. ഇതിൽ നിറയെ ഞാനും നിങ്ങളുമാണ്. ഒരു പ്രാവശ്യമെങ്കിലും നാം വായിച്ചില്ലായിരുന്നുവെങ്കിൽ സ്നേഹങ്ങൾക്കും ബന്ധങ്ങൾക്കും നൽകാവുന്ന നിർവചനങ്ങൾക്ക് അർത്ഥപൂർത്തീകരണം ലഭിക്കില്ലായിരുന്നു എന്ന് തോന്നിപ്പിച്ച വരികൾ. മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരിക്കലെങ്കിലും നാം സ്നേഹത്തിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടാൽ തീർച്ചയായും ഈ പുസ്തകത്തെ നിങ്ങൾ തൊട്ടു നോക്കുക. ഉറപ്പായും അതൊരു തണുപ്പാകും. കാരണം ഇത് കുറച്ച് ഓർമ്മപ്പെടുത്തലുകളുടെ ഓർമ്മക്കുറിപ്പാണ്. വാക്കുകൾ ചുരുക്കുന്നു.